ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്ത റിസൾട്ടാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു 15 ദിവസം കൂടുമ്പം, ഒരു മാസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യണം. അതെന്തിനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്താലാണ് നമ്മളെ റിസൾട്ട്, നമ്മളെ ഭക്ഷണ രീതി എത്രത്തോളം നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കി. ഇന്ന് ഇതാ ബ്ലഡ് BP ആണ്. ഇങ്ങനെ 2 മണിക്കൂർ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കറക്റ്റ് ആ സമയത്ത് എടുത്ത ബ്ലഡ് റിസൾട്ടാണ്. ഷംസുദ്ദീൻ പേര് ബ്ലഡ് ഗ്ലൂക്കോസ്. എന്റെ റിസൾട്ട് 109 ആണ്. 80 മുതൽ 160 വരെ ആവാം. ഓക്കെ, 3-ാം തീയതി 7-ാം മാസം 2024. അപ്പൊ ഈ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലഡ് ഗ്ലൂക്കോസ് കുറയുന്നതായിട്ട് കിട്ടും. ഞാന് അതുകൊണ്ടാണ് ഇങ്ങനെ റിസൾട്ട് എനിക്ക് കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് ഈ ഭക്ഷണമാണ് ഷുഗറിനുള്ള മരുന്ന് എന്ന് എനിക്ക് മനസ്സിലായത്. ഇനി ഞാൻ ഈ കൂട്ടത്തുകൂടെ നിങ്ങൾക്ക് ഇന്നിപ്പോ രാത്രി ആയിട്ടുണ്ട്, രാത്രി ഞാൻ കാണിക്കുന്നത്. രാത്രി ഭക്ഷണം, രാത്രിക്കത്തെ ഡിന്നറാണ് ഞാൻ കാണിച്ചത്. ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ചത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പച്ചക്കറിയുടെ സലാഡ്, എന്നാൽ നന്നായി വേവിച്ചുണ്ടാക്കിയ എല്ലാ പച്ചക്കറിയിൽ നിന്നും കുറേശ്ശെ പച്ചക്കറി എടുത്തുകൊണ്ട് നല്ലൊരു സലാഡാണ്. സലാഡല്ല, നല്ലൊരു പാചകം ചെയ്തിരിക്കുകയാണ്, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുകയാണ്. പച്ചക്കറി കൊണ്ട് മാത്രം ഗരം മസാല കാര്യങ്ങൾ ഇട്ടുകാണ്ട്. പിന്നെ അതേപോലെ തന്നെ മീൻ വറുത്തത്. ഇത്രയും ധാരാളം മതി രാത്രി. നല്ലൊരു ചുടുവെള്ളം 1-2 ഗ്ലാസ് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി ഞാൻ 1-2 കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മീനുണ്ട് കുറച്ച്, അതിന് ഈ മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ധാരാളമായി കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല ഒക്കെ ഇട്ടുകാണ്ട് പല വിധത്തില് നമ്മൾ പച്ചക്കറി, ഏത് പച്ചക്കറി നമുക്ക് കഴിക്കാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഒരു പച്ചക്കറിയാണ് ഇത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് 1-2 കാര്യം പറയാനാണ് വിചാരിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ റിസൾട്ടുകൾ എനിക്ക് എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, 275 വരെയാണ് എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ആദ്യം എനിക്ക് അനുഭവപ്പെട്ടത്. അതിനുശേഷം എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് കണ്ണിന് കാഴ്ച മങ്ങൽ തുടങ്ങി, പുക മറിഞ്ഞ മാതിരി ചെയ്തു, പണിയെടുക്കാൻ കഴിയാതെ വന്നു, മൂത്രം ഒഴിക്കാൻ മുട്ടൽ വന്നു, കാൽമ നീര് വന്നു, കാൽമ മുറിവുണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെ പല പ്രയാസങ്ങളും, ജോയിന്റ് പെയിനുകൾ വരുന്നു തുടങ്ങി, കൈകാലുകൾ കടച്ചിൽ തുടങ്ങി, എൻ്റെ കാലിന്റെ മസിൽസുകൾ വേദന തുടങ്ങി. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഒന്നിക്ക് വയ്ത്താൽ ഒന്ന് എനിക്ക് വന്നത്. പക്ഷെ ഞാൻ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് മനസ്സിലായത്, ഗ്ലൂക്കോസ് കൂടിയിട്ടുണ്ട്. അപ്പൊ എന്നോട് ഗുളിക കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിസമ്മതിച്ചു. കാരണം മരണം വരെ ഗുളിക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഗുളിക കഴിക്കുന്നത്? അപ്പൊ ഞാൻ ആ സമയത്ത് ഇത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നോരോന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഭക്ഷണ രീതി ഒരു 6 മാസം, ഒരു വർഷത്തോളം തുടരുകയും അത് ഓരോ മാസം ഇതേപോലെ ഞാൻ ഓരോ മാസം കൃത്യമായി ഓരോ മാസം ഞാൻ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യും. ഇതിന്റെ മുന്നേയും ഞാൻ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 15 ദിവസം 20 ദിവസം, ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ചെക്ക് ചെയ്യും. എന്താ, ഞാൻ ഇതിന്റെ അടിയിൽ എനിക്ക് നോർമൽ ആയതുകൊണ്ട് പല ഭക്ഷണങ്ങളും ഞാൻ കഴിക്കലുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന, ഞാൻ ആവർത്തിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഷുഗർ ഇന്ന് ഈ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്കും ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഈ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു.
അദ്ദേഹം 35 വർഷമായിട്ടാണ് ഈ മരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. 35 വർഷം. അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് അദ്ദേഹം എന്റെ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പം എന്റെ നമ്പർ മേടിക്കുകയും അദ്ദേഹത്തിന് ഞാൻ മൊബൈലിലൂടെ യൂട്യൂബിന്റെ ചാനൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കി ഞാൻ പറഞ്ഞു രാത്രി നമുക്ക് ഫോണിൽ സംസാരിക്കാം. കാരണം എന്താ, ഈ 35 വർഷം മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, നിങ്ങൾ 35 വർഷമായി മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു 30 ദിവസം ഈ ഭക്ഷണ രീതി തുടരുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം, നിങ്ങൾക്ക് ഇതേപോലെ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്താൽ മതി. അത് കിട്ടിയിട്ട് നിങ്ങളെ ബ്ലഡ് ഗ്ലൂക്കോസ് നോർമൽ ആയി വരികയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കൂലേ? മാറുന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം എന്താ വെച്ചാൽ മാറും എന്ന കാര്യം ഉറപ്പാണ്. ഇന്റത് മാറി. കാരണം നമ്മൾ ഭക്ഷണം ഇതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് കഴിച്ചോളൂ എന്ന് പറയണേ ഇല്ല. മരുന്ന് കഴിക്കാൻ പാടില്ല, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. മരുന്ന് കഴിക്കാതെ തന്നെ ഭക്ഷണത്തിന് മരുന്നാക്കി കഴിച്ചാൽ തീർച്ചയായും നോർമലായി വരും. പിന്നെ 12 വർഷം 35 വർഷം 6 വർഷം 7 വർഷമൊക്കെ ഷുഗർ രോഗം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അസുഖം മാറുകയാണ് എങ്കിൽ, നോർമൽ ആയ ജീവിതം നയിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ സുഹൃത്തുക്കളെ നല്ലത്. ഗുളിക കുടിക്കണോലും മരുന്ന് കഴിക്കണോലും അവര് അങ്ങനെ ചെയ്തോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് ഈ ഘടകമാണ്. കാരണം മരുന്ന് കഴിച്ചാലും മാറാത്ത അസുഖം ഭക്ഷണം കഴിച്ചാൽ മാറുന്നു 100%. എനിക്ക് ഉറപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ മുട്ട് പ്രശ്നമായിട്ട് എത്ര ലക്ഷം റുപ്യാണ് ചെലവാക്കിയിരിക്കുന്നത്, എന്നിട്ട് മാറിയിട്ടില്ല. എത്ര ലക്ഷം. എന്റെ കുടുംബക്കാരന്റെ കൈ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിയ കാരണത്താൽ ഒരു സൈഡ് കുഴഞ്ഞു, കൈ ചുരുണ്ടുപോയി. അന്നൊന്നും എനിക്കിത് അറിയില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം സുഖമായിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം പഠിച്ചതിന് ശേഷം അത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞാനിത് നിങ്ങളോട് ആരോടും എന്ത് ചെയ്യുന്നില്ല, ഈ ഭക്ഷണത്തിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഇഷ്ടം നിങ്ങളുടേതാണ്. നിങ്ങൾക്കത് മാറാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരികയും നിങ്ങൾ ഇത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. ഭക്ഷണവും എക്സസൈസും ഈ രണ്ടും കൂടി യോജിക്കുമ്പോഴാണ് ഇത് പരിപൂർണമായി മാറുന്നത് എന്ന് എനിക്ക് ബോധ്യമായ അടിസ്ഥാനത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ സഹോദരി സഹോദരന്മാർ, അമ്മമാർ, ഉമ്മമാർ, പെങ്ങന്മാർക്ക് ഞാൻ ഈ വിഷയം അറിയിച്ചു തരുന്നു. നിങ്ങൾക്കത് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടണം നിങ്ങൾ ട്രൈ ചെയ്യുക. ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത് രാത്രിക്കത്തെ ഭക്ഷണമാണ്. പല രൂപത്തിലും ഭക്ഷണം കഴിക്കാം. ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ട് നിൽക്കും. ഫസ്റ്റായിട്ട് ഇതിൽ ആൾക്കാർ കയറി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ കാണാനും മനസ്സിലാക്കാനും അവരെ വീട്ടിൽ ഉണ്ടാക്കാനും സഹായിക്കും. ഇനി ഭക്ഷണം കാണിക്കാതെ ഞാൻ സംസാരിക്കുന്ന വീഡിയോസുകൾ ഉണ്ട്. അതിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഭക്ഷണം കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ കഴിക്കാൻ പറ്റും. പറയുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസ് കിട്ടുക. ഇനി നാളെ ഞാൻ ഇൻഷാ അല്ലാഹ് ഇപ്പൊ 2 വീഡിയോസ് ഞാൻ എക്സസൈസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തതും വരും. അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ച എക്സസൈസുകൾ മറക്കാതെ ജീവിതത്തിൽ പകർത്തുക. പിന്നെ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ എക്സസൈസ് ആണ്. എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത് അതും വിശദീകരിക്കുന്നതാണ്. വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും രോഗമുക്തമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിഷയം ഞാൻ നിർത്തുന്നു. താങ്ക് യു.